തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ പാർട്ടികളും ജനങ്ങളെ സമീപിക്കുമ്പോൾ മറ്റൊരിടത്ത് വ്യത്യസ്തമായ പ്രചരണമാണ് നടക്കുന്നത്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. രാജസ്ഥാനിലെ ഗോത്രവർഗക്കാർ കൂടുതലുള്ള ബൻസ്വാര ദുംഗർപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് കോൺഗ്രസ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് കണ്ടത്. നിരവധി ചർച്ചകൾക്കൊടുവിൽ ഭാരത് ആദിവാസി പാർട്ടിയുമായി, അതായത് BAPയുമായി സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ഇരു പാർട്ടികളും അവരുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി രാജ്കുമാർ റോട്ടിനെ രംഗത്തിറക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ സഖ്യപ്രഖ്യാപനത്തിന് മുൻപ് തീരുമാനിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അരവിന്ദ് ധാമോർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് കോൺഗ്രസിന് സ്വന്തം പാർട്ടിക്കെതിരെ പ്രചരണം നടത്തേണ്ടി വന്നത്. BJPയും കോൺഗ്രസ് BAP സഖ്യവും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം പ്രതീക്ഷിച്ച ഇടത്തു നിന്നും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ അരവിന്ദ് ധാമോറിന് സാധിച്ചിട്ടുണ്ട്. പ്രചരണത്തിലും അദ്ദേഹം സജീവമാണ്. ഇതോടെ സ്വന്തം അണികളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ട സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാവുകയായിരുന്നു. അരവിന്റെ മത്സരം കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് BJP സ്ഥാനാർത്ഥി മഹേന്ദ്രജിത് സിംഗ് മാളവിക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് പകരം റോട്ടിന് വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ജനങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ BAPയുമായുള്ള സഖ്യത്തിനെതിരായ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണ തനിക്കുണ്ടെന്നാണ് അരവിന്ദ് അവകാശവാദം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി റോട്ടിനെ പിന്തുണയ്ക്കുന്നതായി ജില്ലാതല നേതാവും കോൺഗ്രസ് MLA അർജുൻ ഭാന്യയുടെ മകനുമായ വികാസ് ഭാന്യ പറയുന്നുണ്ട്. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി BAP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. ജനങ്ങളുടെ വികാരവും പാർട്ടിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും കണക്കിലെടുത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഭാന്യ പറഞ്ഞത്. കോൺഗ്രസ് BAP സഖ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി റോട്ടാണെന്ന് മറ്റൊരു പ്രാദേശിക കോൺഗ്രസ് നേതാവും വ്യക്തമാക്കി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെക്കൻ രാജസ്ഥാനിൽ സ്ഥാപിതമായ BAPക്ക് റോട്ട് ഉൾപ്പെടെ 3 MLAമാർ നിയമസഭയിലുണ്ട്. ബൻസ്വാര ദുംഗർപൂർ പട്ടികവർഗ സംവരണ സീറ്റാണ്. ഇവിടേക്ക് റോട്ട് വരുന്നതോടെ കോൺഗ്രസ് വിജയ സാധ്യതയും മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നേരത്തെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയ അരവിന്ദ് ധാമോർ തയ്യാറാവാതിരിക്കുകയായിരുന്നു. ഏതായാലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.